നമസ്കാരം. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിൽ സ്വാഗതം. നമ്മൾ രാവിലെ സ്ഥിരം ഉറങ്ങുന്നതിനെക്കാട്ടിൽ കൂടുതൽ സമയം നമ്മൾ രാവിലെ കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ സ്ലീപ്പിൻ എന്നുള്ള ഫ്രേസൽ വെർബ് ഉപയോഗിച്ച് സംസാരിക്കാറുണ്ട്. നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് കിടക്കാം. ഒന്നാമത്തത്, ഐ യൂഷ്വലി സ്ലീപ്പിൻ ഓൺ ദ വീക്കെൻഡ്. ഞാൻ വീക്കെൻഡിലാണ് സാധാരണയായിട്ട് അധിക നേരം കിടന്നുറങ്ങാറുള്ളത് എന്നൊരു ആശയമുള്ളൊരു സെൻറ്റൻസാണ്. അതായത് രാവിലെ അധിക നേരം കിടന്നുറങ്ങി എന്ന് പറയുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ലീപ്പിൻ എന്നുള്ള ഫ്രേസൽ വെർബ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ സ്ലീപ്പിൻ എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത എക്സാമ്പിൾ സെൻറ്റൻസിലോട്ട് പോകാം. ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ്. ഞാൻ സാറ്റർഡേയ്സിലാണ് സാധാരണയായിട്ട് അധിക നേരം കിടന്നുറങ്ങാറുള്ളത് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. വി യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സൺഡേ മോർണിംഗ്സ്. ഞങ്ങൾ സൺഡേ മോർണിംഗ്സിലാണ് സാധാരണയായിട്ട് അധിക നേരം കിടന്നുറങ്ങാറുള്ളത് എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. അതേപോലെ തന്നെ നിങ്ങൾ സ്ലീപ്പ് ഇൻ എന്ന് പറയുമ്പോൾ സ്ലീപ്പും ഇന്നും സെപ്പറേറ്റ് ആയിട്ട് വേണം പറയാനായിട്ട്. സ്ലീപ്പ് ഇൻ എന്ന് വേണം പറയാനായിട്ട്. അതൊന്ന് ഓർത്ത് വെച്ചിരിക്കാം. അടുത്ത സെൻറ്റൻസിലോട്ട് പോകാം. വെൻ ഡു യു യൂഷ്വലി സ്ലീപ്പ് ഇൻ? നിങ്ങൾ സാധാരണയായിട്ട് എപ്പോഴാണ് അധിക നേരം കിടന്നുറങ്ങാറുള്ളത് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. അവിടെ ആൻസർ കൊടുത്തിരിക്കുകയാണ്. ഐ യൂഷ്വലി സ്ലീപ്പ് ഇൻ ഓൺ സാറ്റർഡേയ്സ്. ഞാൻ സാധാരണയായിട്ട് സാറ്റർഡേയ്സിലാണ് അധിക നേരം കിടന്നുറങ്ങാറുള്ളത് എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, ഐ ആം ഓഫ് ടുമോറോ. ഞാൻ നാളെ അവധിയാണ്. ഐ എം ഗോണ സ്ലീപ്പ് ഇൻ ടുമോറോ. ഞാൻ നാളെ അധിക നേരം കിടന്നുറങ്ങും എന്നൊരാശയമുള്ളൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ആർ യു ഗോണ സ്ലീപ്പ് ഇൻ ടുമോറോ? നിങ്ങൾ നാളെ അധിക നേരം കിടന്നുറങ്ങുമോ എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. യെസ്, ഇറ്റ്സ് മൈ ഡേ ഓഫ്. അത് എൻ്റെ ഡേ ഓഫ് ആണ്. നാളെ ഞാൻ അവധിയാണ്. സോ ഐ പ്ലാൻ ടു സ്ലീപ്പ് ഇൻ ആൻഡ് റിലാക്സ് ടുമോറോ. സോ അതുകൊണ്ട് ഞാൻ നാളെ അധിക നേരം കിടന്നുറങ്ങാനും റിലാക്സ് ചെയ്യാനും പ്ലാൻ ചെയ്തിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ഐ വാസ് ഓഫ് യെസ്റ്റർഡേ. ഇന്നലെ എനിക്ക് അവധിയായിരുന്നു. ഐ സ്ലെപ്റ്റ് ഇൻ. ഞാൻ ഇന്നലെ അധിക നേരം കിടന്നുറങ്ങി. സ്ലെപ്റ്റ് ഇൻ ആണ്, പാസ്റ്റ് ആണ്. ഐ വോക്കപ്പ് അറ്റ് 10. ഞാൻ 10 മണിക്കാണ് എണീച്ചത്. ഐ സ്ലെപ്റ്റ് ഇൻ യെസ്റ്റർഡേ. ഞാൻ ഇന്നലെ അധിക നേരം കിടന്നുറങ്ങി എന്നുള്ളൊരു സെൻറ്റൻസാണ്. സ്ലെപ്റ്റ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, പാസ്റ്റ് ആണ്. നെക്സ്റ്റ്, ഡിഡ് യു സ്ലീപ്പ് ഇൻ യെസ്റ്റർഡേ? നിങ്ങൾ ഇന്നലെ അധിക നേരം കിടന്നുറങ്ങിയോ എന്ന് ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. യെസ്, ഐ സ്ലെപ്റ്റ് ഇൻ യെസ്റ്റർഡേ. അതെ, ഞാൻ ഇന്നലെ അധിക നേരം കിടന്നുറങ്ങി എന്നുള്ളൊരു ആൻസറാണ്. നെക്സ്റ്റ്, നോ ഐ ഡിഡിൻ സ്ലീപ്പ് ഇൻ യെസ്റ്റർഡേ. നെഗറ്റീവാണ്. ഞാൻ ഇന്നലെ രാവിലെ അധിക നേരം കിടന്നുറങ്ങിയില്ല. ഐ ഹാഡ് ടു വേക്കപ്പ് എയർലി ഫോർ എ ഫാമിലി ഈവൻറ്റ്. എനിക്കൊരു ഫാമിലി ഈവൻറ്റിന് വേണ്ടിയിട്ട് നേരത്തെ എണ്ണിക്കേണ്ടി വന്നു എന്നുള്ളൊരു ആൻസർ ഇവിടെ കൊടുത്തിരിക്കുകയാണ്. നോ ഐ ഡിഡിൻ സ്ലീപ്പ് ഇൻ യെസ്റ്റർഡേ. ഐ ഹാഡ് ടു വേക്കപ്പ് എയർലി ഫോർ എ ഫാമിലി ഈവൻറ്റ്. നെക്സ്റ്റ്, ഐ വർക്ക് ഹാർഡ് ദിസ് വീക്ക്. സോ ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് ഇൻ ടുമോറോ. ഞാൻ ഈ ആഴ്ച ഒരുപാട് വർക്ക് ചെയ്തു. സോ ഐ ആം ഗോയിങ് ടു സ്ലീപ്പ് ഇൻ ടുമോറോ. സോ അതുകൊണ്ട് ഞാൻ നാളെ അധിക നേരം കിടന്നുറങ്ങും എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ടോം ഈസ് ലേറ്റ് ഫോർ വർക്ക് ദിസ് മോർണിംഗ്. ഇന്ന് രാവിലെ ടോം ലേറ്റായിട്ടാണ് വർക്കിന് വന്നത്. ഐ വണ്ടർ ഇഫ് ഹീ സ്ലെപ്റ്റ് ഇൻ. അവൻ ഇന്ന് ഒരുപാട് നേരം കിടന്നുറങ്ങിയോ എന്ന് ഒരാൾ പറയുന്ന ഒരു സെൻറ്റൻസാണ്. കോൺവെർസേഷൻ സെൻറ്റൻസാണ്. അവിടെ ടോം രാവിലെ ആ വർക്ക് സൈറ്റിൽ താമസിച്ചാണ് വന്നത്. അപ്പോൾ അത് കണ്ടിട്ട് ഞെട്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് പറയുകയാണ്, ഐ വണ്ടർ ഇഫ് ഹീ സ്ലെപ്റ്റ് ഇൻ. അവൻ കിടന്നുറങ്ങിയോ എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഐ വണ്ടർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഞെട്ടലിനെ അവിടെ എക്സ്പ്രസ് ചെയ്യുകയാണ്. നേറ്റീവ് സ്പീക്കേഴ്സ് യൂസ് ചെയ്യുന്നൊരു ശൈലിയാണ് ഐ വണ്ടർ എന്നുള്ളത്. അതായത് അവരുടെ ആ ഞെട്ടലിൻ്റെ അത്ഭുതത്തെ ഒന്ന് കാണിക്കുകയാണ്. അതൊന്ന് ഓർത്ത് വച്ചിരിക്കുക. നെക്സ്റ്റ്, സോറി ഐ കാൺ ഗോ ടു ചർച്ച്. ക്ഷമിക്കണം, എനിക്ക് ചർച്ചിൽ പോകാൻ കഴിയില്ല. സൺഡേ ഈസ് ദ ഓൺലി ഡേ ഐ ഗെറ്റ് ടു സ്ലീപ്പ് ഇൻ. ഞായറാഴ്ച മാത്രമാണ് എനിക്ക് ഉറങ്ങാൻ കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഇതൊരാളോട് ചർച്ചിൽ പോകാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം റീപ്ലൈ കൊടുക്കുന്ന ഒരു സെൻറ്റൻസാണ്. സോറി ഐ കാൺ ഗോ ടു ചർച്ച്. എനിക്ക് ചർച്ചിൽ പോകാൻ കഴിയില്ല. സൺഡേ ഈസ് ദ ഓൺലി ഡേ ഐ ഗെറ്റ് ടു സ്ലീപ്പ് ഇൻ. എനിക്ക് ഞായറാഴ്ച മാത്രമാണ് അധിക നേരം ഉറങ്ങാൻ കിട്ടുന്നത് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, ലെറ്റ്സ് സ്ലീപ്പ് ഇൻ ടുമോറോ. നാളെ നമുക്ക് അധിക നേരം കിടന്നുറങ്ങാം. ഇറ്റ്സ് സപ്പോസ് ടു റെയിൻ. നാളെ മഴ പെയ്യുവാൻ സാധ്യതയുണ്ട്, ചാൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. ഒരാൾ കാലാവസ്ഥ നോക്കിയിട്ട് ഒരാളോട് പറയുന്ന സെൻറ്റൻസാണ്. ലെറ്റ്സ് സ്ലീപ്പ് ഇൻ ടുമോറോ. നാളെ നമുക്ക് അധിക നേരം കിടന്നുറങ്ങാം. ഇറ്റ്സ് സപ്പോസ് ടു റെയിൻ. നാളെ മഴ പെയ്യുവാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സെൻറ്റൻസാണ്. നെക്സ്റ്റ്, യെസ്റ്റർഡേ ഓൺലി ഫ്യൂ പ്ലേയേഴ്സ് ടേൺഡ് അപ്പ് ബിക്കോസ് മോസ്റ്റ് ഓഫ് ദം സ്ലെപ്റ്റ് ഇൻ. ഇതൊരു കോച്ച് പറയുന്ന സെൻറ്റൻസാണ്. യെസ്റ്റർഡേ ഓൺലി ഫ്യൂ പ്ലേയേഴ്സ് ടേൺഡ് അപ്പ്. ഇന്നലെ കുറച്ച് പ്ലേയേഴ്സേ പ്രാക്ടീസിന് വന്നുള്ളൂ. ബിക്കോസ് കാരണം മോസ്റ്റ് ഓഫ് ദം സ്ലെപ്റ്റ് ഇൻ. ബിക്കോസ് കാരണം എല്ലാവരും മിക്ക പേരും കിടന്നുറങ്ങിപ്പോയി. മീൻസ് രാവിലെ കിടന്നുറങ്ങിപ്പോയി എന്ന് പറയുന്നൊരു സെൻറ്റൻസാണ്.
ഇവിടെ ടേൺഡ് അപ്പ് എന്നുള്ളതും ഒരു ഫ്രേസൽ വെർബാണ്. അതിൻ്റെ ആശയം എന്തെന്ന് വെച്ചാൽ കുറച്ച് പേര് പ്രസൻ്റ് ആയുള്ളൂ, വന്നുള്ളൂ എന്ന് പറയുന്ന ഒരു ആശയമാണ് ടേൺഡ് അപ്പ് എന്നുള്ള ഫ്രേസൽ വെർബ് കൊടുത്തിരിക്കുന്നത്. അതും ഒന്ന് ഓർത്ത് വച്ചിരിക്കുക. അപ്പോൾ സ്ലീപ്പ് ഇൻ എന്നുള്ള ഫ്രേസൽ വെർബിൻ്റെ ആശയം നിങ്ങൾക്ക് പിടികിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ രാവിലെ സ്ഥിരം ഉറങ്ങുന്നതിനെക്കാട്ടിൽ വളരെ അധിക നേരം രാവിലെ ഉറങ്ങുകയാണെങ്കിൽ നമ്മൾ സ്ലീപ്പ് ഇൻ എന്നുള്ള ഫ്രേസൽ വെർബ് ചേർത്ത് വെച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ സ്ലീപ്പ് ഇൻ എന്ന് ഓർത്ത് വെച്ചിരിക്കുക. നിങ്ങൾ സ്ലീപ്പ് ഇൻ പറയുമ്പോൾ സ്ലീപ്പ് ഇൻ എന്ന് സെപ്പറേറ്റ് ആയിട്ട് വേണം പറയുവാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.